ഈ കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് നമ്മളൊരു കൺസൾട്ടിങ്ങിന് പോയി. കൺസൾട്ടിങ്ങിന് പോയപ്പോൾ അതൊരു ബിസിനസ് സാറിന്റെ വീടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ കൺസൾട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ നോക്കുന്നത്. ഒന്ന്, ഭാരതത്തിന്റെ വാസ്തുപ്രകാരം നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കന്നിമൂല ഭാഗത്ത് നമുക്ക് കിച്ചണോ അല്ലെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റുകളോ വന്നിട്ടുണ്ടോ, ഈശാന കോണിലെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ, സെപ്പറേറ്റ് ടാങ്ക് വന്നിട്ടുണ്ടോ, തെക്ക് കിഴക്ക് ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ വന്നിട്ടുണ്ടോ, അങ്ങനെ വീട് മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഇല്ല. പക്ഷേ ആ വീടിന്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്ക് എന്നുള്ള രീതിയിലാണ് ആ വീട് ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് ഡിഗ്രി എടുക്കുമ്പോൾ കിഴക്കെന്നുള്ളത് മാറി വടക്ക് കിഴക്കാണ് അതിന്റെ ഫേസിങ് ഡിഗ്രി നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് അടുത്തത് വാസ്തു നോക്കി അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ തിരിവുണ്ട് വീട്ടിനും. എന്നിട്ട് നമ്മൾ ഫംഗ്ഷുയിലേക്ക് വന്നിട്ട് ആ വീട് പണി കഴിപ്പിച്ച കാലഘട്ടത്തിൽ അപ്പൊ അവിടുത്തെ ചോദിച്ചു, നിങ്ങൾ ഇത് ഏത് വർഷത്തിലാണ് ചെയ്തിരിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു 2010 ചെയ്തിരിക്കുന്നത്. 2010 വീട് വെച്ചപ്പോൾ അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. 2010 വീട് വെച്ച് അതിനകത്തോട്ട് കയറിയതിനു ശേഷം അവിടെ ബിസിനസ്സുകൾ കുറേശ്ശെ നഷ്ടത്തിൽ വരുന്നു. അവർ എന്തൊക്കെ പരിപാടി, പല ബിസിനസ്സുള്ളവർ മാറിയും തിരിഞ്ഞും ചെയ്തു നോക്കി, എല്ലാം പരാജയത്തിൽ തന്നെയാണ്. അപ്പൊ ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം ഇവരുടെ വടക്ക്, ഇപ്പൊ ആ വീടിന്റെ ഒരു കറക്റ്റ് ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഞാൻ അതിനകത്ത് എഴുതിയേക്കുന്നത്. ആ വീടിന്റെ തന്നെ കറക്റ്റ് ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് എഴുതിയേക്കുന്നത്. ഇപ്പൊ ഇവിടെ അവർക്ക് സംഭവിച്ചത്, വീടിന്റെ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവരെവിടെ എൻട്രൻസ് കൊടുത്തു. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഇവിടെ എൻട്രൻസ് നിൽക്കുന്നത്. അപ്പം വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് 85 ആണ്. അപ്പൊ നമുക്ക് ഫംഗ്ഷനിൽ കിട്ടിയാക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ ആണ്. അപ്പൊ ഇത് ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് അവരെ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏത് സമയത്താണ് ഇതിന്റെ ഹൗസ് വാമിംഗ് എന്നുള്ളത്. അപ്പൊ നമുക്ക് 2010 എന്നുള്ളത് കിട്ടി. ഇനി ഇതിന്റെ കറക്റ്റ് ഫേസിംഗ് ഡിഗ്രി എത്രയാണെന്നുള്ളത്, അപ്പൊ ആ ഡിഗ്രി നമുക്ക് കിട്ടി. ആ ഡിഗ്രി നമുക്ക് കിട്ടിയതിന് ശേഷം ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഫ്ലൈങ് സ്റ്റാറിന്റെ ഒരു കണക്കുണ്ട്. ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ഓരോ ദിക്കിലുമായിട്ട് 2 നമ്പറുകൾ വീതം വരും. ഈ നമ്പറുകളാണ് ഈ വീടിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇതിലെന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഈ വീട് ഇതിപ്പോ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ്. അപ്പൊ നമുക്ക് ഈ പറയപ്പെടുന്ന നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിൽ നിൽക്കുന്ന നമ്പർ 6ഉം 3യുമാണ്. നിങ്ങളത് ദിക്കിനെ പരിഗണിക്കേണ്ട. ഇവിടെ നമ്മൾ കൊണ്ടുപോയൊരു ഡോർ വെച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ വീട് കലഹമായിരിക്കും. അതായത് അപ്പൊ അവര് അങ്ങനെയാണെങ്കിൽ ഇത് ഈ വീട്ടിന്റെ പ്രശ്നമല്ല, ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടുകാർ പറയും, ഇവിടെ കയറി അന്ന് തൊട്ട് വഴക്കും പ്രശ്നങ്ങളും കേസും ഒക്കെയാണെന്ന് പറയും. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇതിന്റെ എൻട്രൻസിൽ നിൽക്കുന്ന ഈ 3 എന്ന് പറയുന്ന സ്റ്റാർ ആണ് അവിടെ വർക്ക് ആകുന്നത്. ഇപ്പൊ ഫംഗ്ഷനിൽ 3 കലഹത്തിന്റെ നക്ഷത്രമാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത കലഹത്തിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഈ പറയപ്പെടുന്ന 45 ഡിഗ്രിക്ക് അകത്തുണ്ട്. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ എവിടെയാണോ ആ ഒരു എനർജി നിൽക്കുന്നത്, ആ ഒരു എനർജി സ്വാഭാവികമായും നമ്മളെ ബാധിക്കും. ഇവർക്ക് ഇവിടെ സംഭവിച്ചത്, ഇവരുടെ വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഇവരുടെ പ്രധാന എൻട്രൻസ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് 85 ആണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ സ്വഭാവം എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളുണ്ട്. ഓരോ നമ്പറിനും ഓരോ സ്വഭാവമുണ്ട്. അത് ഏത് നമ്പറാണോ നമ്മുടെ എൻട്രൻസിൽ നിൽക്കുന്നത്, ആ ഒരു സ്വഭാവം ആ വീട്ടിന് കാണിക്കും. അപ്പൊ എവിടെ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 85 ആണ്. ഇതിലെ മൗണ്ടൻ എന്നും വാട്ടർ സ്റ്റാർ എന്നും പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. ഇതിൽ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ 85 ആണ്. അതുകൊണ്ട് ഇതിനെ വാട്ടർ സ്റ്റാർ ആയിട്ടുള്ള 5നെയാണ് ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത്. ഈ 5നെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ടോട്ടൽ ലോസിന്റെ നമ്പറാണ്. ഇവർ ഈ വീട്ടിനകത്ത് കിടന്ന് എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. കാരണം ടോട്ടൽ ലോസ് ആണ് ഇവരെ തേടിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ എൻട്രൻസിൽ നിൽക്കുന്നത് ടോട്ടൽ ലോസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു വീടിനും ഒരു ഫ്ലൈങ് സ്റ്റാർ കണക്കുണ്ട്. അത് ഒരു മുറിക്കായാലും ശരി തന്നെ, 9 മുറിക്കുള്ള വീടിനായാലും ഒരു ഫ്ലൈങ് സ്റ്റാർ കണക്കുണ്ട്. ആ ഫ്ലൈങ് സ്റ്റാർ കണക്ക് അനുസരിച്ചിട്ട് ഓരോ റൂമിലും 2 നമ്പറുകൾ വീതം വരുന്നത്. ഇതിനെ നക്ഷത്രങ്ങൾ എന്നാ പറയുന്നത്. അതാത് സ്ഥലത്ത് ആ പറയപ്പെടുന്ന നമ്പറുകളുടെ സ്വഭാവം അത് കാണിക്കും. അത് ബെഡ്റൂമിലായാലും ഉണ്ടാവും, പിന്നെ എൻട്രൻസിലായാലും ഉണ്ടാവും. അപ്പൊ എൻട്രൻസിൽ ഇതുപോലെ ഒരു മോശം സ്റ്റാർ വരികയാണെങ്കിൽ അത് ടോട്ടൽ ലോസ് ഉണ്ടാവും. ഈ വീട്ടുകാരനെ എന്നും കൊന്നും ഇത് നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കി അതിന്റെ ചില എലമെന്റുകൾ ഉപയോഗിച്ച് ടൂളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നഷ്ടത്തിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ല നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോസ്പെരിറ്റി സ്റ്റാർ ആയിട്ടുള്ള, ഇപ്പൊ ഇവിടുത്തെ നമുക്ക് നോക്കാം, ഇതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സ്റ്റാർ 9 ആണ്. ഇവരുടെ ഈ ഡോർ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലോട്ട് മാറിയാൽ എവിടെ പ്രശ്നം സോൾവ് ആയി. കാരണം എന്താണ്, ഇവിടെ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പർ നിൽപ്പുണ്ട്.
അപ്പോൾ ഒന്നുകിൽ ഈ ഡോർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് തക്ക പരിഹാരങ്ങൾ ചെയ്യുക. നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകൾ നോക്കാം. ഒരു വീടിന്റെ പ്രധാന വാതിലിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ക്വാൻ കിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഇപ്പൊ ഒരു ചൈനീസ് കിങ് കയ്യിലൊരു വാളുമായി നിൽക്കുന്നതാണ്. വാൾ ഇതുപോലെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് പ്രധാന വാതിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു ലാഫിംഗ് ബുദ്ധ നോക്കാം. ഇപ്പൊ ഈ ലാഫിംഗ് ബുദ്ധകൾ ഇല്ലാത്ത വീടുകളില്ല. ഇതിൽ ഏറ്റവും പ്രോസ്പിരിറ്റീവ് ആയിട്ടുള്ള ബുദ്ധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ പറയുന്ന ട്രാവലിംഗ് ബുദ്ധയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ച് നിങ്ങളുടെ പ്രധാന വാതിലിൽ നിന്നും വീടിനുള്ളിലേക്ക് കടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രധാന ഡോറിൽ നിന്നും നോക്കുമ്പോൾ കാണും വിധമോ ഇത് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ലാഫിംഗ് ബുദ്ധ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.